ഹായ്. എങ്ങനെ ഗ്രാഫ് വരക്കും എന്നുള്ളത് കുറെ ആൾക്കാർക്കുള്ള ഡൗട്ടാണ് അല്ലെ. ചിലർക്ക് ഭയങ്കര പ്രയാസമാണ് ഗ്രാഫ് വരക്കാൻ, ചിലർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഗ്രാഫ് എങ്ങനെ വരക്കും എന്ന് അറിയണമെങ്കിൽ ആദ്യം ഇതിന്റെ ബേസ് അറിയണം. അപ്പൊ ബേസിക്കും കാര്യങ്ങളും എല്ലാം അല്ലെ, ആദ്യം നമ്മൾ ഫൗണ്ടേഷൻ ഫുള്ള് സെറ്റ് ആക്കിയിട്ട് ഗ്രാഫ് എല്ലാം വരക്കും. ഗ്രാഫിൽ നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലും സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇത് ഏത് ചാപ്റ്ററിനാണ് വരുന്നത്? യെസ്, 13ാമത്തെ ചാപ്റ്റർ അല്ലെ, പോളിനോമിയൽ ഫിഗേഴ്സ് അഥവാ ബഹുപദ ചിത്രങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് ഗ്രാഫുകൾ നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. അതായത് ഏതെങ്കിലും ഒരു പോളിനോമിയൽ അഥവാ ബഹുപദം തന്നിട്ട് ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ പറയും. അപ്പൊ ആദ്യം നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അറിയേണ്ട കാര്യം, രണ്ട് ആക്സിസ് ഉണ്ട് അല്ലെ, രണ്ട് അക്ഷങ്ങളുണ്ട്, എക്സ് അക്ഷവും വൈ അക്ഷവും. അതായത് രണ്ട് അക്ഷങ്ങളുണ്ട്, എക്സ് അക്ഷവും വൈ അക്ഷവും. അപ്പൊ നമുക്കറിയാം, ഈ ഹൊറിസോണ്ടൽ ആയിട്ട് കിടക്കുന്ന ആളാണ് എക്സ് ആക്സിസ്, വേർട്ടിക്കൽ ആയിട്ട് കിടക്കുന്നതാണ് വൈ ആക്സിസ്. നിങ്ങൾക്ക് അറിയാം, ഇതിന്റെ ഈ സെന്റർ പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒറിജിൻ എന്നൊക്കെ വിളിക്കുക എന്നുള്ളതൊക്കെ അറിയാം. ഒറിജിൻ അല്ലെ, ഒറിജിന്റെ ഇങ്ങോട്ടുള്ളതൊക്കെ എന്താ? ഒറിജിൻ ഓ. ഒറിജിൻ ഇങ്ങോട്ടൊക്കെ പോസിറ്റീവ് ആണ്, 1 2 3 അങ്ങോട്ടൊക്കെ പോസിറ്റീവ്, ഇങ്ങോട്ടൊക്കെ നെഗറ്റീവ് ആണ്. ഇനി മുകളിലോട്ട് വൈ ആക്സിലൊക്കെ പോസിറ്റീവ് ആണ്, താഴോട്ട് വൈ ആക്സിൽ എന്താ? നെഗറ്റീവ് ആണ്. ഇത്ര കാര്യം എല്ലാവർക്കും അറിയാം. ഇതാണ് ഗ്രാഫിന്റെ ബേസ്. ഇനി ഇവിടെ ഏത് പോയിന്റ് എടുക്കാൻ പറഞ്ഞാലും നിങ്ങൾക്ക് വരക്കാൻ പറ്റും. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് കിട്ടിയിട്ടുള്ള പോളിനോമിയൽ ഏതാ നോക്കുക, ആ പോളിനോമിയലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, പി ഓഫ് എക്സ് ഈക്വൽ ടു 2x+1. ഇവിടെ ഈ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു വൈ ആണ്. പി ഓഫ് എക്സ് പറഞ്ഞാൽ എക്സിന് നമ്മൾ എന്ത് വാല്യൂ കൊടുത്താലും എന്താണോ വൈ കിട്ടുക അതാണ് നോക്കുന്നത്. ഇപ്പൊ നോക്കിക്കോ, ഞാൻ എക്സിന് 1 കൊടുത്തു, അപ്പൊ പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എക്സിന്റെ അവിടെയൊക്കെ 1 കൊടുക്കുക. 2 ഇൻറ്റു 1 പ്ലസ് 1, 2 ഇൻറ്റു 1 2 ആണ്, പ്ലസ് 1 3 ആണ്. അപ്പൊ നമ്മൾ എക്സിന് 1 കൊടുത്തപ്പോ പി ഓഫ് എക്സ് 3 കിട്ടി, അതിന്റെ അർത്ഥം വൈ 3 കിട്ടിയെന്നല്ലേ. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടി ഒരു ബോക്സ് ആക്കിയിട്ട് ഇത് വരയ്ക്കാം. ഞാനിതാ കാണിച്ചു തരാം, ഒരു ബോക്സ് ആക്കിയിട്ട് നമുക്ക് വരയ്ക്കാം. അതില് ഫസ്റ്റ് കോളം എക്സ്, സെക്കൻഡ് കോളം വൈ. വൈ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്താണ്? പി ഓഫ് എക്സ്. അപ്പൊ എക്സിന് നമ്മൾ ആദ്യം 0 കൊടുത്തു നോക്കി. എക്സിന് 0 കൊടുത്താൽ എന്താവുക? 2 ഇൻറ്റു 0 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 മാത്രം. ഓരോ വാല്യൂ കൊടുത്തു നോക്കുക. നേരത്തെ നമ്മൾ 1 കൊടുത്തു നോക്കി, 1 കൊടുത്തപ്പോൾ എന്താ കിട്ടി? 3. ഇനി ഒരു -1 കൊടുത്തു നോക്കുക. -1 കൊടുക്കുമ്പോൾ 2 ഇൻറ്റു -1 -2 പ്ലസ് 1 -1. ഈ ഒരു ബോക്സ് വരച്ചിട്ട് ഈ ബോക്സിനെ എന്ത് ചെയ്യാ? ഈ ബോക്സ് വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. അപ്പൊ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ എന്ത് ചെയ്തു? രണ്ട് ആക്സിസ് എടുത്തു. ഓക്കെ ആണല്ലോ, രണ്ട് ആക്സിസ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? രണ്ടിലും അടയാളപ്പെടുത്തി. ഇത് വൈ ആണ്, ഇത് എക്സ് ആണ്. നമുക്കറിയാം അല്ലെ, ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. ഇനി ഇത് ഒറിജിൻ ആണ്, അപ്പൊ ഇവിടെ 1 2 3 4 5 അങ്ങനെ പോവും. ഇങ്ങോട്ട് -1 -2 അങ്ങനെ പോവും. മുകളിലോട്ട് 1 2 3, താഴോട്ട് -1 -2 -2. എന്നിട്ട് നമ്മൾ നോക്കുക, ഫസ്റ്റ് കോളം നോക്കുക, എക്സ് 0 ആകുമ്പോൾ വൈ 1 ആണ്. എടോ, എക്സ് 0 എന്ന് പറഞ്ഞ ഈ സെന്റർ പോയിന്റ്, വൈ 1 എന്ന് പറഞ്ഞ ഏതാ? മുകളിലത്തെ പോയിന്റ്. അപ്പൊ ഏതേക്കരാ പോയിന്റ്? പോയിന്റ് നോക്കുക, എക്സ് 0 വൈ 1 എന്ന് പറയുമ്പോൾ അത് വൈ ആക്സിസിലാണ്. ഏതേക്കരാ പോയിന്റ്? ഇതാണ്. അപ്പൊ ആ പോയിന്റ് ജസ്റ്റ് എന്ത് ചെയ്യുക? അടയാളപ്പെടുത്തുക. ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കി നോക്കൂ, നിങ്ങൾ ഈ പോയിന്റിന് താഴോട്ട് നോക്കുമ്പോ എക്സ് എന്താ? 0. ഇനി വൈ എന്താ? 1 ആണ്. അപ്പൊ അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി അടുത്ത പോയിന്റ് ഏതാ? 1 3. എക്സ് 1ഉം വൈ 3 ആവുന്ന ആ പോയിന്റ് ഏതാ? എക്സ് 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാണ് ആ പോയിന്റ്. എക്സ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരിക, വൈ 3 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പൊ ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് 1 3 എന്ന് പറയാം. അപ്പൊ ഇത് രണ്ടും കൂട്ടിമുട്ടണമെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചു നോക്കുക, ഇത് മുകളിലോട്ടും സ്കെയിൽ വെച്ച് വരച്ചു നോക്കുക. കൂട്ടിമുട്ടിയ പോയിന്റ് ആണ് നമ്മളെ പോയിന്റ്. ഇനി അടുത്ത പോയിന്റ് ഏതാ? -1 -1. എടോ, -1 -1 എക്സ് -1 തന്നെ. എക്സ് -1 എന്ന് പറഞ്ഞാൽ ഇതാണ് പോയിന്റ്. വൈ -1 പറഞ്ഞാൽ അതാണ്. ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ് പറഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ ഇങ്ങോട്ട് വരക്കും, ഇതിങ്ങോട്ട് വരക്കും. ഇതാണ് ആ പോയിന്റ്. ജസ്റ്റ് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. -1 ഇങ്ങനെ ജോയിൻ ചെയ്തു, ഇവിടെയും ജോയിൻ ചെയ്തു. ഇതാണ് ആ പോയിന്റ്. ഇപ്പൊ കിട്ടിയ പോയിന്റുകൾ തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടിയിട്ട് ഒരു വര വരയ്ക്കുക. അതായത് അതായിരിക്കും നമ്മളെ ഗ്രാഫ്. അപ്പൊ ഇപ്പൊ കിട്ടിയ പോയിന്റുകൾ തമ്മിൽ സാർ എന്ത് ചെയ്തു?
കൂട്ടിയിട്ടൊരു വരെയുള്ള ഓക്കെ. ഇതാണ് നമ്മൾ ഗ്രാഫ്. ഇതാണ് നമ്മൾ ഓക്കെ. ഈ ഗ്രാഫിന്റെ പേരാണ് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കുക. ഇതിന്റെ പേരാണെന്ത്? പി ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ് നമ്മളെ പോളിനോമിയല് 2x+1. അപ്പൊ നമ്മൾ ഗ്രാഫിന്റെ അവിടെ എഴുതും പി ഓഫ് എക്സ് ഈക്വൽ ടു 2x+1. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക. അപ്പൊ ഗ്രാഫ് വരയ്ക്കുക ആദ്യം നമ്മൾ എന്ത് ചെയ്യും? എക്സിനും വൈക്കും വാല്യൂ കൊടുത്തിട്ട് അങ്ങനെയാണ് ഇത് എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് നോക്കിയാലോ. എന്താണ്? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? പി ഓഫ് എക്സ് ഈക്വൽ ടു x+1 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ബോക്സ്. ഓക്കെ, ബോക്സ് വരച്ചിട്ട് എക്സ് വൈ അല്ലെ. അപ്പൊ എക്സിന് ഏതെങ്കിലും റാൻഡ് ആയിട്ട് ഏതെങ്കിലും വാല്യൂ കൊടുക്കുക. വൈ എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ആണെന്ന് നമുക്കറിയാം. എക്സിന് ഞാൻ 0 കൊടുത്താൽ വൈ 1 ആയിരിക്കും. കാരണം 0 കൊടുത്താൽ പിന്നെ 1 മാത്രമേ ഉള്ളൂ. ഇനിയോ എക്സിന് ഞാൻ 1 കൊടുത്താൽ വൈ 2 ആവും. കാരണം എന്താ? 1 + 1 2 അല്ലെ. നമ്മൾ എക്സിന് 1 കൊടുത്താൽ എന്താ കിട്ടുക? 2 ആയിരിക്കും. ഇനി എക്സിന് -1 കൊടുത്താൽ എന്താ കിട്ടുക നോക്കുക. -1 + 1 വൈ 0 അല്ലെ. -1 + 1 വൈ 0. അപ്പൊ ഈ ബോക്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഗ്രാഫ് വരയ്ക്കും. നോക്കുക, ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എക്സ് ആക്സും പിന്നെ വൈ ആക്സും. ഇതില് എന്താണ്? ഇത് ഒറിജിനാണ്. ഇത് 1 2 3. ഇവിടെ -1 -2 -3. മുകളിലോട്ട് 1 2 3. താഴോട്ടും നമുക്ക് എത്ര ആവശ്യമില്ല അതിനനുസരിച്ച് എടുത്താൽ മതി -2. ഇനി നോക്കുക 0 x0 y1. നമുക്കറിയാം x0 y1 എന്ന് പറഞ്ഞാൽ അത് y ആക്സിസിലാണ്. x0 ആണെങ്കിൽ അത് y ആക്സിസിലാണ്. എവിടെയാണോ y ആക്സിസ്? ഇതാണ് y, ഇതാണ് x. അപ്പൊ x0 y1 ആണ്, അത് y ആക്സിസിലാണ്. ഇനിയോ x1 y2 എന്ന് പറഞ്ഞാൽ x1 പറഞ്ഞതാണ് ഇങ്ങനെ പോകും. x1 y2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകും. ഈ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് രണ്ടാമത്തെ. മൂന്നാമത്തെ എന്താ? -1 0. ശ്രദ്ധിച്ചോ, y 0 ആണെങ്കിൽ x0 ആണെങ്കിൽ അത് y ആക്സിസിലാണ്. അങ്ങനെയാണെങ്കിൽ y 0 ആണെങ്കിൽ അത് ഇവിടെ x ആക്സിലാണ്. y 0 ആണെങ്കിൽ അത് x ആക്സിലാണ്. അപ്പോൾ -1 എന്ന് പറയുന്നതാണ്. ഈ 3 പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്തിട്ടാണ് വരയ്ക്കുക. ഓക്കെ, ജോയിൻ ചെയ്താണ് വരയ്ക്കുമ്പോൾ ഇതാണ് നമ്മളെന്ത്? ഇതാണ് നമ്മളെ ഗ്രാഫ്. ഓക്കെ, ഇതാണ് നമ്മളെ ഗ്രാഫ്. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മളെ ഗ്രാഫ്. ഈ ഗ്രാഫ് നമുക്ക് വേണമെങ്കിൽ എന്തിടാം? പേര് കൊടുക്കാം. എന്തായിരുന്നു ഗ്രാഫ്? പി ഓഫ് എക്സ് ഈക്വൽ ടു x+1. ഓക്കെ, ഇനി ഇവിടെ നോക്ക്, പി ഓഫ് എക്സ് ഈക്വൽ ടു x-1 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നാൽ എന്താ ചെയ്യാ? നോക്കി നോക്ക് അല്ലെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ബോക്സ് അടിപൊളിയാക്കി വരക്കണം. ഓക്കെ, ബോക്സ് വരച്ചു. ബോക്സിൽ എക്സ് വൈ, ബോക്സിൽ എന്തൊക്കെ? എക്സ് വൈ. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും വാല്യൂസ് ഇങ്ങനെ ഇട്ട് കൊടുത്തു നോക്കുക. എക്സിന് ഞാൻ 0 കൊടുത്തു. അപ്പൊ y -1 ആണ്. കാരണം എന്താ? എക്സിന് 0 കൊടുത്തത് ഫുള്ള് 0 ആയി, ബാക്കി ആരുണ്ടാവുക? -1. ഇനി എക്സിന് 1 കൊടുത്തു. 1 - 1 0 കണ്ടോ. ഇനി എക്സിന് ഞാൻ എന്ത് ചെയ്തു? ഒരു 0 1 കൊടുത്തപ്പോൾ കിട്ടി. -1 കൊടുത്തു. അപ്പൊ -1 -2 സോറി -1 -1 പറഞ്ഞാൽ -2 ആണ്. അപ്പൊ y -2. ഈ ബോക്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഗ്രാഫ്. അപ്പൊ എന്തെങ്കിലും ആദ്യം എക്സ് പിന്നെ y. അങ്ങനെ എക്സ് എന്തൊക്കെ? 0 1 2 3. എന്നിട്ട് -1 2 -2 -3. ഇവിടെ -1 2 3. അപ്പോൾ ഇവിടെ y ആക്സ് x ആക്സ്. താഴോട്ട് -1 -2. എന്നിട്ട് നോക്കുക, x0 ആകുമ്പോ y -1. അത് എവിടേക്കാം? x0 ആണെങ്കിൽ അത് y ആക്സിലാണ്. അപ്പൊ y ആക്സിസ് എന്ന് പറഞ്ഞാൽ y -1 പറഞ്ഞാൽ ഇതായിരിക്കും. ഇനിയോ x1 ആണെങ്കിൽ ശ്രദ്ധിച്ചോ, x1 ആണെങ്കിൽ y0 ആണെങ്കിൽ x ആക്സിലാ. ഇതാണ് അപ്പോൾ. ഇനിയോ x -1 കൊടുത്താൽ y -2 ആണ്. അപ്പൊ x -1 എന്ന് പറഞ്ഞാൽ ഇതാണ്, y -2 ആണ് ഇതാണ്. അപ്പൊ ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഇവിടെയാണ്. നോക്കുക, ഇതാണ് പോയിന്റ്. അപ്പൊ ഇവന്മാരെ മൂന്നാളി കൂട്ടി വരയ്ക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ഈ അപ്പൊ ഈ ഗ്രാഫിന്റെ പേരാണെന്ത്? അതായത് എത്ര നീട്ടി വരയ്ക്കാം? പി ഓഫ് എക്സ് ഈക്വൽ ടു x-1. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? ഈ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കുക. എല്ലാവരും എന്ത് ചെയ്യാ? ഈ ഗ്രാഫ് എങ്ങനെ വരച്ചു നോക്കുക? പി ഓഫ് എക്സ് ഈക്വൽ ടു -x എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാഫ് വരച്ചിട്ട് എല്ലാവരും ഗ്രാഫ് വരക്കാൻ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലായില്ലേ? ഓക്കെ ആണെന്നുള്ള കമന്റ് ഇടണേ. ഓക്കെ, ശരി.